മൂന്നാം നൊമ്പരം എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു കഥ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു. ഒത്തിരി ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്. ഇപ്പം ബിഗ് സ്ക്രീനിൽ എന്നെ മദർമേരിയായിട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ക്ലൈമാക്സ് പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആകാനും സാധിച്ചു. പടത്തിന് നല്ലൊരു ഭാഗമാകാൻ സാധിച്ചു. പടം എന്നെ സംബന്ധിച്ച് ഞാൻ പടം കണ്ടപ്പോൾ എൻ്റെ ക്യാരക്ടർ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഹായ് ഹലോ, വെൽക്കം ടു ട്രിവാൻഡ്രം ഫൈൻസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൂന്നാം നൊമ്പരം എന്നൊരു ഫിലിമിൻ്റെ ഫസ്റ്റ് പ്രിവ്യൂ ഷോ വാച്ച് ചെയ്ത് അതിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവരാണ് എക്സ്പീരിയൻസ് പറയേണ്ടത്. കാരണം നമ്മളിത് പല ഭാഗങ്ങളിലും ഡബ് ചെയ്തപ്പോഴും അല്ലാത്തപ്പോഴും റിവ്യൂ ഒക്കെ ഞങ്ങൾ കുറച്ച് കണ്ടതാണ്. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ള എൻ്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എനിക്ക് യോസേഫ് പിതാവായിട്ട് അഭിനയിക്കാൻ ലഭിച്ച ഒരു ഭാഗ്യം, അതൊരു വലിയ ഭാഗ്യമാണ്. രണ്ട്, എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിൽ മൊത്തമായിട്ട് എന്നെ ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഒരു ഭാഗ്യം. പിന്നെ എന്താണ്, ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ വന്ന ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളല്ലാത്ത കുറച്ച് പേരും കണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ അവരൊന്നും ഈ മൂന്നാം നൊമ്പരം എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു കഥ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ വിശ്വാസികൾക്ക് ഇത് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും വിശ്വാസികൾക്ക് എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതാണ് എനിക്ക് ഈ പടത്തിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. ആണല്ലേ? അതെ അല്ല, എപ്പോഴും കൊച്ചുപടം ക്രിപ്സി ആയിട്ട് മെസ്സേജ് ഉണ്ടല്ലോ അതിൽ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ്റെ അമ്മയുടെയും ദുഃഖം എന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജ്. മക്കളെ പ്രതി അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അതിൽ അച്ഛൻ്റെ അമ്മയുടെ ദുഃഖം എന്ന് പറയുന്ന ഒരു ദുഃഖമേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ദുഃഖം എന്ന് പറയുന്നത്. അത് മക്കളെ പ്രതി അച്ഛനമ്മയെ അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം അത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്കറിയാത്ത, ഇതുവരെ യേശുവിൻ്റെ പറയാത്ത കുറേ ഇതുണ്ട്. അതെല്ലാം ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമ കാണണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒത്തിരി ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്. ഇപ്പം ബിഗ് സ്ക്രീനിൽ എന്നെ മദർമേരിയായിട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ എത്രമാത്രം അത് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ദൈവം കൂടെയാണ്. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു മീഡിയേറ്ററാണ്. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മദർമേരി എന്ന് പറയുന്നത്. അപ്പം മദർമേരിയായിട്ട് എന്നെ തന്നെ കാസ്റ്റ് എന്ന് പറയുമ്പം ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മൂവി കണ്ടപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ചു, എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ സിനിമയെക്കുറിച്ച് ഓവറോൾ പറയുമ്പം ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളും കാണും. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബിബ്ലിക്കൽ സ്റ്റോറി എന്ന് പറയാം. പണ്ട് കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടുള്ള കുറേ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ബൈബിളിൽ വായിക്കുമ്പോൾ ജസ്റ്റ് കുറച്ച് വചനങ്ങളിലൂടെ മാത്രം അറിയാവുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു മൂവിയായിട്ട് ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് മൂന്നാം നൊമ്പരം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ മൂന്നാമത്തെ നൊമ്പരമാണ്. അപ്പോൾ അതിനെയാണ് ഒന്ന് എലാബറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികൾ ഇത് തീർച്ചയായിട്ടും കാണണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനെ പ്രേക്ഷകരോട് എന്താണ് രണ്ടാൾക്കും പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, അത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ചെങ്കിലും ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് വിശ്വാസികളൊക്കെ എല്ലാവരും തന്നെ തിയേറ്ററിൽ വന്ന് കണ്ടേ പറ്റൂ. പാട്ടുകളൊക്കെ നല്ല മനോഹരമായിരുന്നു. പാട്ടുകളൊക്കെ നല്ല ഫീലുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവർക്കും പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും? കാരണം എല്ലാവർക്കും പകുതി വെച്ച് തീർന്നു പോയി. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടല്ല, ചിലപ്പം ഇതിൻ്റെ ഈ പറയുന്നൊരു ഇപ്പോൾ മൂന്നാം നൊമ്പരം ഇനി അടുത്ത ഇതുവരെ ആരും പറയാത്തൊരു ഏടെടുത്തിട്ട് ചെയ്യുന്നുണ്ടാവാം, അറിയില്ല. നല്ല സാജൻ്റെയും ദിവ്യയുടെയും ഒക്കെ നല്ല ആക്ടിങ് ആയിരുന്നു. കൊള്ളായിരുന്നു, മൊത്തത്തിൽ നല്ലതായിരുന്നു. എനിക്ക് യേശുവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ആക്ടിങ് ആയിരുന്നു. കൊച്ചു പയ്യനാണേലും നല്ലതായിട്ട് അവൻ്റെ എക്സ്പ്രഷനൊക്കെ നല്ലതായിരുന്നു. വളരെ നല്ല പടം. സൺഡേ സ്കൂൾ പിള്ളേരെയും കൊച്ചു പിള്ളേരെയും എല്ലാം കൊണ്ട് കാണിക്കണം. കാരണം ബൈബിളിൽ അറിയത്തില്ലാത്തവർക്ക് കണ്ട് മനസ്സിലാക്കാം, വായിക്കും എല്ലാവരും. കണ്ട് മനസ്സിലാക്കാം. പിന്നെ അങ്ങ് പെട്ടെന്ന് തീർന്നു പോയി. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ആസ്വദിക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഷോർട്ടായിപ്പോയി.
എൻ്റെ മോനാണ് അഭിനേതാവ്. അപ്പോൾ എനിക്ക് കൂടുതൽ പറയാനുണ്ട് ഒത്തിരി കാരണം ഏറ്റവും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. മോനും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ മേരി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. യേശുവായിട്ട് വന്ന കുട്ടിയും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പാട്ടാണ്. കാത്തിരുന്ന് ഇനിയും ഉണ്ടാവുമല്ലോ എന്ന് വെച്ച് കണ്ട്. അതെ അതെ നല്ലതായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ്. അതെ അതെ സന്തോഷമായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇതിൽ തമാശ മട്ടിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ സാധാരണ വിളിക്കുന്നതെല്ലാം ഒന്നല്ലെങ്കിൽ ഡോക്ടറായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ ദുബായിൽ നിന്ന് വരുന്ന ഒരു കോടീശ്വരൻ, അല്ലെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രം, ഇങ്ങനെയൊക്കെയാണ് സാധാരണ വിളിക്കുന്നത്. ഒരു നല്ലൊരു പുരോഹിതൻ്റെ വേഷം, ആ പുരോഹിതൻ്റെ വേഷത്തിൽ അതും എൻ്റെ കഷണ്ടിയും ഇതെല്ലാം മറച്ച് വെച്ച് താടിയൊക്കെ തന്ന് അങ്ങനത്തെ ഒരു വേഷത്തിന് എങ്ങനെ ഈ പറഞ്ഞ ഡയറക്ടർക്ക് തോന്നി എനിക്കറിയില്ല. അദ്ദേഹം എന്നെ വിളിച്ചു. വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ സംശയം, എന്നെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. സന്തോഷമാണല്ലേ വളരെ. ഡയറക്ടറിൻ്റെ ആ ഒരു മനസ്സിൽ തോന്നിയ ആശയം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കഥ ഇപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അതോ അങ്ങനെ വരുമ്പോഴേക്കുണ്ടല്ലോ ഏറ്റവും ക്ലൈമാക്സ് പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആകാനും സാധിച്ചു. പടത്തിന് നല്ലൊരു ഭാഗമാകാൻ സാധിച്ചു. പടം എന്നെ സംബന്ധിച്ച് ഞാൻ പടം കണ്ടപ്പോൾ എൻ്റെ ക്യാരക്ടർ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഇന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മിക്ക അച്ഛനമ്മമാരെയും മക്കളുടെ പേരിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. ഇത് എന്താണ് ശരിക്കുള്ള ദുഃഖം എന്നുള്ളത് മനസ്സിലാകണം ഈ സിനിമയൊക്കെ കാണണം. അപ്പോൾ ഈ സിനിമ കണ്ട് ഈ പുതിയ ജനറേഷൻ എസ്പെഷ്യലി അവർ കാണണം. നല്ല മെസ്സേജുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഫുൾ ഫാമിലിയായിട്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ക്രിസ്ത്യൻ സമുദായം മാത്രം കാണേണ്ട സിനിമയല്ല. ഇത് ബിബ്ലിക്കൽ സ്റ്റോറി ആണെങ്കിൽ പോലും ഇതിനകത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. അപ്പോൾ അത് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു സാധനമാണ്. എല്ലാവരും കണ്ടിരിക്കണം. ഇതൊരു സ്പെഷ്യൽ മൂവിയായിട്ട് അനുഭവപ്പെട്ടു. ഇതുവരെ കാണാത്ത ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷനെല്ലാം ചെയ്തിരിക്കുന്നത്. കൊള്ളാൻ രസമുണ്ട്, കണ്ടിരിക്കാൻ പറ്റി. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അത് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. അതിന് പുറമേ നല്ല പാട്ടുകൾ, ക്രിസ്ത്യൻ സോങ്സ് ഒത്തിരി ടച്ചിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ മാതാക്കൾ ഒരു കൊച്ചിനെ കാണാതെ പോയി അതിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ഉള്ള വേദന, ശരിക്കും കഷ്ടപ്പെട്ട് അതിൻ്റെ ആ മരുഭൂമി കൂടെയുള്ള യാത്രയും അതെല്ലാം നമ്മളെ ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്.